അവസാന നമസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. രാഹുൽ സുരേഷാണ് അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. രാഹുൽ, ഈ അവിടെ പ്രാർത്ഥനയുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അവസാന പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. പറയൂ. സ്മിത, കിടവൂർ ജുമാ മസ്ജിദിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. പുതുവത്സര ചടങ്ങുകൾ അല്പസമയം മുമ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന നിസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം ഉടൻ തന്നെ ഇപ്പോൾ നമ്മളുള്ള കിടവൂർ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിലാണ് ഖബറടക്കം നടക്കാൻ പോകുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഷഹബാസിന്റെ കുടുംബാംഗങ്ങൾ അവസാനമായ ഒരു നോക്കുകൂടി അവനെ കണ്ട് യാത്ര അയക്കാനുള്ള യാത്ര അടക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇനിയിപ്പോൾ ഖബറടക്കം മാത്രമാണ് ബാക്കിയുള്ളത്. ആ ചടങ്ങുകൾ കൂടി ഉടൻ തന്നെ പൂർത്തിയാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3:30 ഖബറടക്കം നേരത്തെ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ആളുകളെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കൂടുതൽ ആളുകൾ വിവിധ മേഖലകളിൽ നിന്നും എത്തി. അതുകൊണ്ട് തന്നെ പുതുവത്സര ചടങ്ങുകൾ കുറെ നീണ്ടുപോകുകയായിരുന്നു. അതാണ് ഖബറടക്കവും വൈകാൻ കാരണമായിട്ടുള്ളത്. ഇനി നിസ്കരിക്കാനുള്ള ആളുകളെ മാത്രമാണ് ഇവിടേക്ക് പ്രവേശിപ്പിക്കുക. അതിനുശേഷമുള്ള ബാക്കിയുള്ള ആളുകൾ ഇവിടെ നിന്നും താൽക്കാലികമായി പിരിഞ്ഞു പോകണമെന്നൊരു കാര്യം കൂടി അവർ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ചടങ്ങുകളാണിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് സ്മിത ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വികാര നിർഭരമായ അന്തരീക്ഷത്തിലൂടെയാണ് ഇപ്പോൾ കിടവൂർ ജുമാ മസ്ജിദ് പള്ളിയിലെ ഈ അന്തരീക്ഷം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും മയ്യത്ത് നിസ്കാരത്തിൻ്റെ ചടങ്ങുകൾ അത് അത്യാവശ്യം വേണ്ടപ്പെട്ടവർ മാത്രമാണ് അവിടെ പങ്കെടുക്കുന്നത്. പുറത്താണ് ഖബറിസ്ഥാനിലേക്ക് എടുക്കും മുൻപുള്ള അവസാന മയ്യത്ത് നിസ്കാരമാണിത്. ഏറ്റവും അടുത്തവർ, വേണ്ടപ്പെട്ടവർ മാത്രം ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ വിജയനും മിഥില ബാലനുമാണ് നമുക്ക് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ സുരേഷ് അവിടെയുണ്ട്. രാഹുൽ, അത്യന്തം ഇവിടെ ഇപ്പോൾ അവസാന പ്രാർത്ഥന ചടങ്ങുകൾ നടക്കുകയാണ്. നിരവധി പേരാണ്, സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ അവന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വീട്ടിലും ഈ മദ്രസയിലും ഒക്കെയായി എത്തിച്ചേർന്നത്. ഇപ്പോൾ അവൻ 6 മണിലേക്ക് തിരികെ മടങ്ങുകയാണ്, ഖബറിലേക്ക് പോവുകയാണ്. തികച്ചും വൈകാരികമായ മുഹൂർത്തമാണ്. മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങൾ സമ്മാനിച്ച ശേഷം അവൻ മടങ്ങുകയാണ്. വളരെ സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി, സ്വന്തമായൊരു വീട് വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടി, അത്തരം സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാനാവാതെയാണ് അവൻ്റെ മടക്കം. മാത്രവുമല്ല, അടുത്ത ആഴ്ച 10ാം ക്ലാസ് പരീക്ഷ എഴുതുകയും ആ പരീക്ഷയിൽ മികവ് പുലർത്തുകയും സമൂഹത്തിന് നന്മ പകരുകയും ചെയ്യേണ്ട ഒരു കുഞ്ഞാണിപ്പോൾ ഖബറിലേക്ക് മടങ്ങുന്നത് എന്നത് ഒരിക്കൽ പോലും അവനെ കണ്ടിട്ടില്ലെങ്കിലും നമുക്കൊക്കെ അതീവ വേദനയുണ്ടാക്കുന്ന കാഴ്ചയാണ്. അവസാനമായ ആർക്കോ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ്റെ മുഖം വീണ്ടും അവരെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഒരിക്കൽ പോലും അവനെ കണ്ടിട്ടില്ല, പക്ഷേ അവൻ്റെ ചിരി മായാതെ നമ്മളുടെയൊക്കെ മനസ്സിൽ നിൽക്കുകയാണ്. കാരണം ആ ഒരു ഒറ്റ സ്റ്റില്ലാണ്, അവിടെ ഷഹബാസ് എന്ന് പറയുന്ന ആ ഒരൊറ്റ ചിത്രമാണ് നമ്മൾ കണ്ടതെങ്കിൽ പോലും അവൻ നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നതും ആ ചിരിയോടുകൂടെ വന്ന് നിൽക്കുന്നതും ഒക്കെ നമുക്ക് പലപ്പോഴും മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ഫ്രെയിം പോലെ വരുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ജന്മനാടും സുഹൃത്തുക്കളും ഒക്കെ വിട പറയുകയാണ്. ഖബർസ്ഥാനിലേക്ക് എടുക്കും മുമ്പ് അവസാനമായി ആരോ ആവശ്യപ്പെട്ടു ഒന്നുകൂടി അവൻ്റെ മുഖം കാണണമെന്ന്. ആ ആവശ്യത്തിൻ്റെ ഭാഗമായി വീണ്ടും അവൻ്റെ മുഖം ഒരിക്കൽ കൂടി അവർക്ക് കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ ഖബറിലേക്ക് മൃതദേഹം എടുക്കുകയാണ്. രാഹുൽ സുരേഷാണ് അവിടെ വന്ന് ചേരുന്നത്. രാഹുൽ, എന്താണ് അവിടെ ഒന്ന് പറയാനുള്ളത്? പലരും പറയുന്നത്, അവർക്ക് ശരിക്കൊന്ന് നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത വിധത്തിൽ അവരുടെ അത്രയധികം മനസ്സും ശരീരവും തളർന്ന അവസ്ഥയിലാണ് നമുക്ക് എൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ കാണാനാവുന്നത്. ക്രിസ്റ്റീന, മാതാപിതാക്കൾക്ക് അവസാനമായി ഒരു നോക്കുകൂടി കാണണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചപ്പോഴാണ് വീണ്ടും കാണാനായുള്ള ഒരു അവസരം കൂടി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ മൃതദേഹം ഖബറിസ്ഥാനിലേക്ക് എടുക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വികാര നിർഭരമായ ഒരു അന്തരീക്ഷത്തിലൂടെ പ്രാർത്ഥനാ ചടങ്ങുകളോടെ പ്രാർത്ഥന മുഴങ്ങിക്കേൾക്കുന്നു. അവരുടെ ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ട, കൂട്ടുകാരുടെ പ്രിയപ്പെട്ട, അവരുടെ ബന്ധുക്കളുടെ പ്രിയപ്പെട്ട
രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യത്തിൻ്റെ ഒരു വേദന അത് വിവരിക്കാൻ കഴിയുന്നില്ല. അച്ഛനമ്മമാർക്ക് ഒരിക്കൽ കൂടി അവസാനമായി ആ കുഞ്ഞിനെ കാണണം. സ്നേഹിച്ച് കൊതിയ മാറിയിട്ടില്ല, അത് തീർന്നിട്ടില്ല. 15 വയസ്സ് മാത്രമേ ഉള്ളൂ ആ കുഞ്ഞിന്. വളർന്നു വലുതായി അവരുടെ സ്വപ്നങ്ങൾക്കൊപ്പം അവൻ ഉയരും എന്ന് പ്രതീക്ഷിച്ച കുഞ്ഞാണിപ്പോൾ അന്ത്യയാത്ര ഖബറിസ്ഥാനിലേക്ക് പോവുകയാണ്. ആ അച്ഛൻ്റെ വേദനിപ്പിക്കുന്ന ദൃശ്യം അത് തീർച്ചയായിട്ടും ആ കുടുംബത്തിന് വലിയ അത്താണിയായിരുന്നു. മൂത്ത മകനാണ്, 15 വയസ്സ് മാത്രമാണ് പ്രായം. താഴെ അനിയന്മാരാണുള്ളത്. ഒരിക്കലും ഇങ്ങനെ ഒരു മരണത്തിലേക്ക് മകൻ നടന്നു കയറുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഷഹബാസ് പഠിക്കാത്ത ട്യൂഷൻ സെൻറ്ററിലെ ആഘോഷമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടേക്കാണ് കൂട്ടുകാരോടൊപ്പം പോയത്. പിന്നീട് അടിയേറ്റ് വീട്ടിലേക്ക് തിരികെ മടങ്ങുകയായിരുന്നു. ഷഹബാസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വലതു ചെവിയുടെ മുകളിലായി തലയോട്ടി തകർന്നു, നെഞ്ചിന് മർദ്ദനമേറ്റു, ആന്തരിക രക്തസ്രാവമുണ്ടായി. ഇത്തരത്തിലൊക്കെയാണ്, അങ്ങനെ ക്രൂരമർദ്ദനമാണ് ആ വിദ്യാർത്ഥിക്ക് ഏൽക്കേണ്ടി വന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മരണം. അതിതുവരെ അംഗീകരിക്കാനോ ഷഹബാസ് ഇല്ല എന്നുള്ള ആ സത്യം മനസ്സിലാക്കാനോ കൂട്ടുകാർക്കും ഒപ്പം വീട്ടുകാർക്കും ആയിട്ടില്ല. മിഥില ബാലൻ ചേരുകയാണ്. മിഥില, സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്, വിവരങ്ങൾ. പ്രവിത, ഷഹബാസിൻ്റെ ശരീരം ഇപ്പോൾ ഖബർസ്ഥാനിലേക്ക് എടുത്തിരിക്കുന്നു. കിടവൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഒരു ഖബർ ഇപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആ ഖബർസ്ഥാനിൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് അവൻ്റെ ഭൗതികദേഹം അങ്ങോട്ട് എത്തിച്ചത്. ഇപ്പോൾ നമുക്ക് കുറച്ച് ദൂരെ നിന്നാണ് നമ്മൾ ചിത്രീകരിക്കുന്നത്. കാരണം നാട്ടുകാരുടെയൊക്കെ ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു, ഈ ഖബർസ്ഥാനിലേക്ക് മാധ്യമങ്ങൾ വരരുത്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം മാറി നിന്നാണ് ഈ വാർത്തയും ദൃശ്യങ്ങളും ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ കണ്ടതാണ്, ഈ പൊതുദർശന സമയത്തൊക്കെ കണ്ടതാണ് വിങ്ങിപ്പൊട്ടുന്ന അവൻ്റെ കൂട്ടുകാരെ. ആ കൂട്ടുകാരെല്ലാം തന്നെ അവനെ അന്ത്യയാത്ര അയക്കാനായി ഇപ്പോൾ ഖബർസ്ഥാനിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ണു നിറഞ്ഞ് പരസ്പരം കെട്ടിപ്പിടിച്ച് അവരങ്ങനെ അവനെ യാത്രയാക്കാനായി ഈ ഖബർസ്ഥാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ രാവിലെ മുതൽ നമ്മൾ കണ്ട ഒരു കാഴ്ച തന്നെയാണിത്. അവനെപ്പറ്റി നല്ലത് മാത്രം പറയുന്ന നാട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും അങ്ങനെ അവനെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം തന്നെ ആ വീട്ടിലേക്ക് ഇന്ന് രാവിലെ 6 മണി മുതൽ ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വാടക വീട്ടിലും അത് കഴിഞ്ഞ് തറവാട്ട് വീട്ടിലും ഇപ്പോൾ ഈ ഒരു മദ്രസയിലും അതിനൊപ്പം തന്നെ ഈ പള്ളിയിലും എല്ലാം തന്നെ ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് ആളുകളാണ്. ആ ഒഴുകിയെത്തിയതിൽ അധികവും കൂട്ടുകാരാണ്, അവനെ സ്നേഹിക്കുന്ന ആളുകളാണ്, അവൻ്റെ ബന്ധുക്കളാണ്. അത്തരത്തിൽ പറയുകയാണെങ്കിൽ വല്ലാത്തൊരു നിമിഷത്തിനാണ് ഇപ്പോൾ ഈ ഒരു ഖബർസ്ഥാൻ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിങ്ങി പൊട്ടുകയാണ്. പള്ളിയുടെ ഒരു ഭാഗത്ത് ഈ മദ്രസയുടെ ഒരു സൈഡിൽ അവനൊപ്പം അവൻ്റെ കൂട്ടുകാർ മാറി നിന്ന് കരയുന്നുണ്ട്. ഈ ഒരു ഖബർസ്ഥാനിലേക്ക് ഇപ്പോൾ അവൻ്റെ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയും അവൻ്റെ കൂട്ടുകാരെത്തിയിട്ടുണ്ട്. പരസ്പരം കൈകോർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ അന്ത്യയാത്ര നൽകുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഒരു 15 വയസ്സുകാരൻ, ഒരുപാട് മോഹങ്ങളുമായി ജീവിച്ച ഒരു 15 വയസ്സുകാരൻ, ഒരു വീട്, പണിതീരാത്ത ഒരു വീടുണ്ട് അവൻ്റെ മുന്നിൽ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു സ്വപ്നവുമായി ജീവിച്ച ഒരാൾ. അവനാണിപ്പോൾ ഇതാ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അവൻ എങ്ങനെ പറയണം എന്നറിയില്ല. അവൻ്റെ അന്ത്യകർമ്മങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.